നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. പച്ചയായ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ അനാഥ ജീവിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വാക്കുകളാണിത്. ചിന്തിച്ച് നോക്കുമ്പോൾ എത്രയോ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാചകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം എല്ലാവരും ഓരോ ഘട്ടത്തിൽ അനാഥ ജീവികളായി മാറുന്നു. മറ്റുള്ളവർ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് കരുതിയിരിക്കുമ്പോഴും പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ അതില്ലാതിരിക്കുന്ന ഒരവസ്ഥ. അവിടെ നാം ഓരോരുത്തരും അനാഥ ജീവിയായി മാറുകയാണ്. വളരെ ശ്രദ്ധാപൂർവമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ വാചകം പറഞ്ഞു വയ്ക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം കണ്ട മഹാസാഹിത്യകാരനാണ്. 1908 ജനുവരി 21 അദ്ദേഹത്തിൻ്റെ ജനനം. കോട്ടയം ജില്ലയിൽ വൈക്കം തലയോലപ്പറമ്പിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പിതാവ് അബ്ദുൾ റഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. 6 മക്കളാണ് അവരുണ്ടായിരുന്നത്. അതിൽ മൂത്ത മകനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് മലയാളം പള്ളിക്കൂടത്തിലായിരുന്നു. പിന്നീട് വൈക്കം ഇംഗ്ലീഷ് സ്കൂളിൽ തുടർ പഠനം നടത്തുകയുണ്ടായി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യബോധം ആ കുട്ടിയുടെ മനസ്സിൽ അലയടിച്ചിരുന്നു. കേരളത്തിൽ മഹാത്മാഗാന്ധി എത്തിയെന്നറിഞ്ഞ ബഷീർ ഗാന്ധിജിയെ കാണുവാനായി തൻ്റെ തീക്ഷ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യ ആ അഭിനിവേശത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് കാൽനടയായി പോവുകയും പിന്നീട് എറണാകുളത്ത് നിന്ന് കാളവണ്ടിയിൽ കോഴിക്കോട്ടെത്തിയ ഒരു ചരിത്രമുണ്ട്. ആ യാത്ര ആ ചെറുപ്പം കുട്ടിയുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചോരിയിടുകയും പിന്നീട് സ്വാതന്ത്ര്യ സമരരംഗത്തേക്ക് ആ കുട്ടി എടുത്തു ചാടുകയുമായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം പറയുകയുണ്ടായിട്ട് ഞാനന്ന് ഗാന്ധിയെ തൊട്ടു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ആ കുട്ടി പിന്നീട് പറയുന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത്രയേറെ ഒരു തീക്ഷ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യ അഭിവാഞ്ച ആ കുട്ടിയുടെ ആ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1930 കോഴിക്കോട് വെച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ ബഷീർ പങ്കെടുത്തു. ആ പങ്കെടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ ജയിലിലടക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം പിന്നീട് ഭഗത് സിംഗ് മാതൃകയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അപ്രകാരം ഒരു തീവ്രവാദ സംഘത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഭഗത് സിംഗ് ഒരു വിപ്ലവകാരിയായിരുന്നു. ആ ഭഗത് നിന്ന് വിപ്ലവത്തിൻ്റെ ചിന്തകൾ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുകയും അങ്ങനെ അപ്രകാരം ഒരു വിപ്ലവ സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം വർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാല യാഥാർത്ഥ്യം. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ആ തീവ്രമായ ആ വിപ്ലവ ചിന്തയുടെ ഭാഗമായി ആ കാലഘട്ടത്തുണ്ടായിരുന്ന തീവ്രവാദ സംഘത്തിൻ്റെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ തീപ്പൊരി ലേഖനങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി. അന്ന് അദ്ദേഹം പ്രഭ എന്ന് പറയുന്ന ഒരു തൂലികാ നാമമാണ് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അതിലെ തീവ്രത ഭാഷയിലേക്ക് കൂടിയപ്പോൾ പിന്നീട് ആ മാസിക തന്നെ ആ വാരിക തന്നെ പിന്നീട് കണ്ടുകെട്ടിയ ഒരു ചരിത്രമുണ്ട്. എന്തായാലും അതിനുശേഷം അദ്ദേഹം നാട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം വാസ്തവത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ലോകം കാണുവാൻ ഇറങ്ങി എന്ന് വേണമെങ്കിൽ വീക്ഷിക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നടപടി. അദ്ദേഹം ലോകത്തെ കാണുക അല്ലെങ്കിൽ ഭാരതത്തെ ദർശിക്കുക എന്ന ചിന്തയുടെ ഭാഗമായി വിവിധ സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, വിവിധ ഭാഷകളെക്കുറിച്ച് മനസ്സിലാക്കുക, വിവിധ ജനവിഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ള ചിന്തകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇപ്രകാരം പിന്നീട് ഒരു യാത്ര നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്.
ഒട്ടേറെ വർഷങ്ങൾ അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ അലഞ്ഞു നടന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം കെട്ടാത്ത വേഷങ്ങളില്ല എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദു സന്യാസിമാരുടെ കൂടെ അദ്ദേഹം ഒരുപാട് സമയം ചെലവഴിച്ചു. സൂഫി വര്യന്മാരുടെ കൂടെ ഒരുപാട് കാലം അദ്ദേഹം ചെലവഴിച്ചു. പാചകക്കാരനായി ജോലി ചെയ്തു, മേജിക്കുകാരൻ്റെ സഹായിയായി ജോലി ചെയ്തു എന്ന് തുടങ്ങി തൻ്റെ മുമ്പിലെത്തുന്ന ഏത് ജോലിയും സ്വീകരിച്ചുകൊണ്ട് തൻ്റെ യാത്ര അഭംഗുരം നടത്തുക, അല്ലെങ്കിൽ സമൂഹത്തെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വർത്തനമായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിവർത്തിക്കുകയുണ്ടായത്. പിന്നീട് അദ്ദേഹം അറബി നാടുകളിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലുമൊക്കെ അദ്ദേഹം യാത്ര നടത്തി. ഈ യാത്രകളൊക്കെ തന്നെ അദ്ദേഹം ഉൾക്കൊള്ളുകയായിരുന്നു. നമ്മൾ യാത്ര നടത്തുമ്പോൾ ആ സ്ഥലം കാണുന്നു, ഒരുപക്ഷെ ആ കെട്ടിടം കാണും, അല്ലെങ്കിൽ ആ നഗര സംവിധാനം കാണും, വികസനം കാണും. അതിൽ നിന്നൊന്നും ഉൾക്കൊള്ളാതെ അത് കണ്ടു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ചില യാത്രകളാണ് പലപ്പോഴും ഇന്നത്തെ ആധുനിക യാത്രക്കാരന്മാർ തീർക്കുന്നത്. മറിച്ച് അങ്ങനെയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ആ യാത്ര ഒരു വിനോദയാത്ര എന്നതിലല്ല അദ്ദേഹം കാര്യം കാട്ടാതെ അദ്ദേഹത്തിൻ്റെ ആ യാത്രയോടൊപ്പം തന്നെ ആ സംസ്കാരത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചെടുക്കുവാനുള്ള, ആ ജനവിഭാഗത്തെക്കുറിച്ച് പഠിച്ചെടുക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിർമ്മിച്ചിരുന്നു എന്നിടത്താണ് ആ യാത്ര പിന്നീട് നേട്ടമായി പോകുന്നത്. പല ഭാഷകൾ പഠിച്ചും പല സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അദ്ദേഹം ആ യാത്രയിൽ തീവ്രമായുള്ള ദാരിദ്ര്യം കണ്ടു. ഓരോ സമൂഹവും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ പടവുകൾ അദ്ദേഹം കാണുകയുണ്ടായി. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ അത്യാർത്തി, എവിടേക്കാണ് മനുഷ്യൻ ഇത് സമ്പാദിച്ചു വെക്കുന്നതെന്നൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെ കബളിപ്പിച്ചും ചതിച്ചും പണം സമ്പാദിക്കുന്ന ആ ദുരമൂത്ത മനുഷ്യനെ അദ്ദേഹം കാണുകയുണ്ടായി. അതും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള എഴുത്തുകളിൽ കാര്യമായി പ്രതിഫലിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ബഷീറിൻ്റെ ഈ യാത്രകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യം. അല്ലാതെ അദ്ദേഹം എഴുത്തിനെ ഒരു സങ്കല്പ ലോകത്തേക്കൊന്നും കൊണ്ടുപോയില്ല. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ ഏടുകളാണ് അദ്ദേഹം പറയുന്നത്. വേണമെങ്കിൽ ഒരു നരേറ്റർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വേണമെങ്കിൽ താഴ്ത്തിക്കണ്ട. പക്ഷേ ആ ജീവിത യാഥാർത്ഥ്യങ്ങളെ അത് അതുല്യ സൃഷ്ടികളായിട്ട് അതിനെ പരിവർത്തനം ചെയ്യുവാനുള്ള ഒരു മാനസിക തലവും ധാർമ്മിക തലവും ദിഷണാതലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി നമ്മൾ കണക്കാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. ഈ ലോകം ചുറ്റി കാണുന്നതിനിടയിൽ അദ്ദേഹം ലോകത്തിലെ പല യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഒട്ടേറെ ജീവിത സമസ്യകൾക്ക് അദ്ദേഹത്തിന് ഉത്തരങ്ങൾ ലഭിച്ചു. ഇതെല്ലാം അദ്ദേഹത്തെ തികഞ്ഞ ഒരു എഴുത്തുകാരനാക്കി, ഒരു സാഹിത്യകാരനാക്കി എന്നതിലുപരി ഒരു ഇത്തരം വിഷയങ്ങളെ പ്രതിപാദിക്കാൻ തക്ക പര്യാപ്തനായ ഒരു എഴുത്തുകാരനാക്കി മാറ്റി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി. മറ്റൊരു കാര്യം, അദ്ദേഹം ഒരു സാഹിത്യകാരനാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടി ഒരു പത്രാധിപരെ സമീപിക്കുകയാണ്. പത്മനാഭ പൈ എന്ന ജയകേസരിയുടെ പത്രാധിപരെ സമീപിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് തരുവാനായി ജോലിയൊന്നുമില്ല, പക്ഷേ താങ്കൾ കഥകൾ എഴുതി തരികയാണെങ്കിൽ അതിന് പ്രതിഫലം തരാമെന്നാണ് പറയുകയുണ്ടായത്. അങ്ങനെ നിവൃത്തികേടോണ്ടാണ് അദ്ദേഹം കഥകൾ എഴുതി തുടങ്ങിയത്. തനിക്ക് ജോലി വേറെ ഒന്നും ലഭ്യമല്ല, മറിച്ച് കഥകൾ എഴുതിയാൽ പ്രതിഫലം കിട്ടുമെന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എന്നാൽ ഇനി കഥകൾ എഴുതി തുടങ്ങാം എന്ന ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ഇത്തരത്തിലുള്ള യാത്രകളിലൂടെ ആർജിച്ചിട്ടുള്ള അറിവുകളുണ്ട്, മറ്റ് ബന്ധപ്പെട്ട സംഗതികളുണ്ട്, ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ട് തനിക്കൊരു എഴുത്തുകാരനായി കൂടാ എന്നുള്ള ആ ഒരു ചിന്ത അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് പത്മനാഭ പയ്യെയാണ്. പത്മനാഭ പയ്യ ഒരു പക്ഷേ അദ്ദേഹത്തിന് ജോലി കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരു കഥാകാരൻ എന്നതിലുപരി അദ്ദേഹത്തെ നമ്മൾ ഗണിച്ചെടുക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുക, അദ്ദേഹത്തെ ഒരു നോവലിസ്റ്റായി നമുക്ക് കാണാൻ കഴിയും, ഒരു ചെറുകഥാകൃത്തായി കാണാൻ കഴിയും, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ പോരാളിയായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സൃഷ്ടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനം പ്രേമലേഖനം എന്നു പേരായ ഒരു സൃഷ്ടി, ബാല്യകാല സഖി, ഡിപ്പൂപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യർ,
വിഷവിഖ്യാതമായ മൂക്ക്, ഭാർഗവി നിലയം തുടങ്ങിയിട്ടുള്ള നിരവധി സൃഷ്ടികൾ, ലോകത്തെ അമ്പരപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്നത് നമുക്ക് അഭിമാനപുരസ്സരം പറയാവുന്ന ഒരു സംഗതിയാണ്. ഈ ബഷീർ സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ബഷീർ സാഹിത്യം ആർക്കും വഴങ്ങുന്ന ഒരു സാഹിത്യമാണ്. അത് വായിച്ച് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളുവാനോ നിങ്ങൾ വലിയ പാണ്ഡിത്യമൊന്നും നിങ്ങൾ തേടേണ്ടതില്ല. ആർക്കും വായിച്ച് രുചിച്ചെടുക്കാവുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. അതാണ് ആ ബഷീറിയനിസത്തിൻ്റെ പ്രത്യേകത. ബഷീറിയനിസം എന്ന ഒരു ശൈലി പോലും അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഒരു വിവർത്തനത്തിന് സമ്പൂർണ്ണമായി ഒതുങ്ങുന്ന ഒരു സൃഷ്ടികൃതി ആയിരുന്നില്ല എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അദ്ദേഹം സൃഷ്ടികളൊരു വിവർത്തനത്തിന് അനുയോജ്യമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒട്ടേറെ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം. വിവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ആ വിവർത്തനത്തിൻ്റെ തലം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ആ സൃഷ്ടികളുടെ മൂല്യം അത്രയേറെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് വിവർത്തനം ചെയ്യപ്പെട്ടത്. മറിച്ച് ഒരു വിവർത്തകൻ ആദ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടും വിവർത്തന യോഗ്യമല്ലാത്ത പുസ്തകമായിട്ടാണ് പലപ്പോഴും അത് കാണുക. അതിൻ്റെ കാരണം അതിലുപയോഗിച്ചുള്ള ഭാഷയുടെ രീതിയാണ്. പലപ്പോഴും അദ്ദേഹം സ്വന്തമായ ഭാഷ രൂപപ്പെടുത്തും, സ്വന്തമായ പദങ്ങൾ രൂപപ്പെടുത്തും, സ്വന്തമായ ശൈലികൾ രൂപപ്പെടുത്തും. ഈ സ്വന്തമായി ഉണ്ടാക്കിയ വാക്കുകളും ശൈലികളും പദങ്ങളും എല്ലാം പിന്നീട് മലയാളം ആ വാക്കുകളെ മുഴുവൻ ഏറ്റെടുക്കുകയും മലയാളത്തിൻ്റെ വാക്കുകളായി മാറുകയും ശൈലികളായി മാറുകയും മറ്റും ചെയ്തു എന്നിടത്താണ് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ആ വാക്കുകളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ ബഷീറിയനിസം യഥാർത്ഥത്തിൽ ഒട്ടേറെ വാക്കുകൾ നമുക്ക് സംഭാവന ചെയ്തു വരും, വ്യത്യസ്തമായ ശൈലികൾ നമുക്ക് സംഭാവന ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായിട്ടുള്ള ഒരു ആഖ്യാന രീതിയാണ്. അതുവരെയുള്ള കാലങ്ങളായിട്ടുള്ള രീതികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്രമായ രീതിയിലുള്ള ഒരു ആഖ്യാന രീതിയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയേണ്ടത്. അവിടെ ആഖ്യയും ആഖ്യാതമൊന്നും അദ്ദേഹത്തിന് പ്രസക്തമല്ല. ആഖ്യയിലും ആഖ്യാനത്തിലും മൂന്നിയെ ഞാൻ എഴുതുകയുള്ളൂ എന്ന് വാശിയൊന്നും അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. സ്വതന്ത്രമായ രീതിയിലുള്ള ആഖ്യാന രീതിയാണ് അദ്ദേഹം പലപ്പോഴും ആവിഷ്കരിക്കുകയുണ്ടായത്. അതിന് പ്രത്യേക രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹാസ്യരസ പ്രധാനമായിട്ടുള്ള സൃഷ്ടികളാണ് അവയിൽ പലതും. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കണ്ണ് നനയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു തലം. ഹാസ്യം മാത്രമല്ല, അതോടൊപ്പം തന്നെ കണ്ണ് നനയിച്ചുകൊണ്ടുള്ള അടിത്തട്ടിൽ നിന്നുള്ള ജീവിതങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരകായ പ്രവേശമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ലഭിച്ചിരുന്നത് എന്നതുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. പലപ്പോഴും നായകരാവുക എന്നതുകൊണ്ട് പലപ്പോഴും അർത്ഥമാക്കുന്നത്, നായകർ എന്നാൽ അർത്ഥമാക്കുക പലപ്പോഴും അത് സവർണ കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് പലപ്പോഴും നായക കഥാപാത്രങ്ങളാക്കിയിരുന്നത്. പക്ഷേ നായക കഥാപാത്രങ്ങൾ എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ജയിൽ പുള്ളികളെയും ഭിക്ഷക്കാരെയും വേശ്യകളെയും പട്ടിണിക്കാരെയും അതുപോലെ തന്നെ സ്വവർഗാനുരാഗികളെയും ഒക്കെ ഇപ്രകാരം നായകരാക്കി മറ്റും ചിത്രീകരിച്ചുകൊണ്ട് വലിയൊരു ഫാൻറ്റസി തീർക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിരിയും ചിന്തയും അതിൽ ഇടകലർത്തി വന്നിരുന്നു എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ പ്രത്യേകതയാണ്. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് അദ്ദേഹം കൃത്യമായി വിശ്വസിച്ചിരുന്നു. അവിടെ ഭൂമിയിൽ പാമ്പിനും പഴുതാരയ്ക്കും പല്ലിക്കുമൊക്കെ ഒരേ സ്ഥാനമാണെന്നും ഭൂമി എന്നത് മനുഷ്യന് വേണ്ടി മാത്രം അർഹതപ്പെട്ടതല്ല എന്നുമുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് പുലർത്തുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ വെറും ഒരു നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നതിലുപരി സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തെ, അതുപോലെ തന്നെ ഈ അടിത്തട്ടിലുള്ള ആളുകളെയൊക്കെ തന്നെ അവരെ ശാക്തീകരിക്കുന്ന രീതിയിലുള്ള സൃഷ്ടികളാണ് അദ്ദേഹം ഇത്തരം രീതികളിലൂടെ സൃഷ്ടിച്ചത് എന്നതുകൂടി നമ്മൾ ഇതിനോട് ഉൾച്ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അത്രയേറെ പഴയ സാഹിത്യ വ്യവസ്ഥകളെ അപ്പാടെ അദ്ദേഹം വെല്ലുവിളിച്ചു. പലപ്പോഴും ഈ മുസ്ലിം കഥാപാത്രങ്ങളെയൊക്കെ ക്രൂര കഥാപാത്രങ്ങളായി ചിത്രീകരിക്കുന്ന ഒരു രീതി അതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും ഭിന്നമായി നായകരൊക്കെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച തലത്തിലുള്ള ആളുകളെ ഉൾക്കൊള്ളിക്കുവാൻ അദ്ദേഹം യാതൊരു മടിയും കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളോടുള്ള കഥാപാത്രങ്ങളുള്ള ഈ പക്ഷപാതിത്വപരമായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ഈ നടപടിയും അദ്ദേഹം എതിർത്തിരുന്നു. തന്നെയുമല്ല അവരെയൊക്കെ
മുഖ്യധാര കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ നായക സങ്കല്പം എന്ന് പറയുന്ന അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നായക സങ്കല്പത്തെ അദ്ദേഹം പൊളിച്ചെഴുതുകയുണ്ടായി. സമൂഹത്തിനെതിരെയുള്ള കൃത്യമായി വിമർശനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടികളിലും കൃത്യമായ വിമർശനങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം സൃഷ്ടികൾ നടത്തുകയുണ്ടായത്. അതുപോലെ തന്നെ ഈ തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത നമുക്ക് ഓരോ സൃഷ്ടികളും കാണാൻ കഴിയും. തൻ്റെ ജീവിതം അത് മറ്റുള്ള ആളുകളിൽ അത് എത്രമാത്രം ഗുണകരമായ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ മറ്റുള്ളവർക്ക് സംജാതമാകാതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ കഥ മറ്റുള്ളവരുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഥാപാത്രങ്ങളോട് വെട്ടിത്തുറന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് അനുഗുണമാകും എന്നൊരു കാഴ്ചപ്പാട് പുലർത്തുവാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ് വലിയ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം മുസ്ലിം കഥാപാത്രങ്ങളുടെ കാര്യം പറയട്ടെ, പക്ഷേ മുസ്ലിം മതത്തിലെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം അതിശക്തമായി പൊരുതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം തൻ്റെ സൃഷ്ടികളിലൂടെ അത്തരത്തിലുള്ള മുസ്ലിം സമുദായത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അതിശക്തമായ രീതിയിൽ അദ്ദേഹം പൊരുതുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കഥകൾ അല്ലെങ്കിൽ നോവലുകൾ ഈ പറയുന്ന ചലച്ചിത്രങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്. ഭാർഗവി നിലയം പോലെ ശ്രദ്ധേയമായ സൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെ നീല വെളിച്ചം എന്ന് പറയുന്ന മൂലകഥയുടെ ഭാഗമായിട്ടാണ് ഭാർഗവി നിലയം ഇറങ്ങുന്നത്. അതുപോലെ തന്നെ മതിലുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊരു ആത്മകഥാപരമായ ഒരു സൃഷ്ടിയാണ്. അതിൽ ഈ പറയുന്ന മതിലുകൾ എന്ന് പറയുന്ന ആ സൃഷ്ടി പിന്നീട് ചലച്ചിത്രമായി മാറുകയുണ്ടായി. ബാല്യകാല സഖി അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഏഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഏഡ് ബാല്യകാല സഖി സിനിമയായി മാറിയതും നമുക്ക് അറിയാൻ കഴിയും. അത് 2 തവണ സിനിമയായി മാറുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള സൃഷ്ടികളിലൂടെ ഒക്കെ തന്നെ അത് ജനമനസ്സുകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് ഇത് ചലച്ചിത്രമാകുന്നതും അത് വേണ്ടത്ര രീതിയിൽ വിജയം കൊയ്യുന്നതും എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ അതിനാൽ തന്നെ പ്രശസ്തവുമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ അത് ചലച്ചിത്രങ്ങളായി രൂപാന്തരം സംഭവിക്കുമ്പോൾ അതിനുണ്ടാകുന്ന പ്രത്യേകമായ ഒരു സാധ്യതകൾ അത് ബഷീറിൻ്റെ സൃഷ്ടികൾക്ക് ഗുണകരമായി എന്നതുകൂടി ജനങ്ങളിൽ എത്തുന്ന കാര്യത്തിൽ ഗുണകരമായി എന്നതുകൂടി നമ്മൾ ഓർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ബഷീറിൻ്റെ എൻ്റെ അപ്പൂപ്പയ്ക്ക് ഒരു ആനി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പുസ്തകം ഒരു ഉപപാഠ പുസ്തകമാക്കി അതിനുവേണ്ടി തീരുമാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ പ്രതിപക്ഷവും മതസംഘടനകളും ഗ്രന്ഥത്തിൽ നിറവ് അശ്ലീലമാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരം ചെയ്തൊരു ചരിത്രമൊക്കെയുണ്ട്. യഥാർത്ഥത്തിൽ അശ്ലീലവും ശ്ലീലവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഈ കാലഘട്ടത്തിൽ പ്രവൃത്തികളിൽ മുഴുവൻ അശ്ലീലവും വാക്കുകളിൽ ശ്ലീലവും പുലർത്തിയത് കൊണ്ട് കൃത്യമായി യാതൊരു രീതിയിലുള്ള ഗുണവുമില്ല എന്ന തിരിച്ചറിവ് ബഷീറിനുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ജീവിതത്തെ ശ്ലീലത്തോടെ കാണുകയും അശ്ലീലം ചിലപ്പോൾ ചെറിയ രീതിയിൽ തൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതുകയും ചെയ്ത വ്യക്തിയായിരുന്നു. എന്നാൽ ആളുകൾ രഹസ്യമായി അശ്ലീലം പറയുകയും പുറത്ത് ശ്ലീലത്തോടുകൂടി സംസാരിക്കുകയും ജീവിതം മുഴുവൻ അശ്ലീലമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ അധിവസിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ മുഖം മൂടിയിട്ട ആളുകൾ അധിവസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബഷീറിൻ്റെ സൃഷ്ടിയെ ഇപ്രകാരം അതിനെതിർക്കപ്പെട്ട ഒരു സാഹചര്യം വന്നു എന്ന് പറയുന്നത് മലയാളിയുടെ പ്രബുദ്ധതയുടെ അതിൻ്റെ താഴോട്ട് പോക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആ കാലഘട്ടത്തിലുണ്ടായൊരു വിവാദമായിരുന്നു. ശബ്ദങ്ങൾ എന്ന സൃഷ്ടി വളരെ വിമർശനങ്ങൾ ഉയർത്തിയ മറ്റൊരു സൃഷ്ടിയാണ്. ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചമെന്ന് ചോദിക്കുവാനുള്ള ഒരു തൻ്റെ ഇടം കാട്ടിയ ഒരു വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ അദ്ദേഹം പറഞ്ഞു വിശ്വസിച്ചിരുന്ന സംഗതി നിരക്ഷരതയാണ് ഈ അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ അന്ധവിശ്വാസങ്ങൾ വളരെ വളക്കൂറുള്ള മണ്ണാണ്. എന്തിനു വേണ്ടി ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളിലൂടെയാണ് പലപ്പോഴും ഈ നിരക്ഷരതയിൽ കൂടിയാണ് പലപ്പോഴും ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് കടന്നു കയറുന്നത് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്. എന്തായാലും ഒട്ടേറെ അവാർഡുകൾ ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹത്തിന് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിക്കുകയുണ്ടായി. 1952 പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം മറ്റൊരു അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ചു, മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു, വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചു, ഇതെല്ലാം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ വിവാഹം നടന്നത് 50-ാം വയസ്സിലാണ്. 2 മക്കളുണ്ടായിരുന്നതിന് ശേഷം
അതിൽ ഫാത്തിമ ബഷീറിനെയാണ് അവർ വിവാഹം കഴിക്കുകയുണ്ടായത്. അവരെ ഫേബി എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത്. ഫാത്തിമ എന്നതിലെ എഫും ബഷീർ എന്നതിലെ ബിയും കൂടി ചേർത്ത് ഫാബി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സാഹിത്യകാരൻ്റെ ഭാര്യ എന്ന നിലയിൽ അവരും എഴുതുന്ന ഒരു സാഹിത്യകാരിയായിരുന്നു. അവരെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളി സമൂഹം ആദരിക്കപ്പെടുന്ന വൈക്കം ബഷീറിൻ്റെ ഭാര്യ എന്നതിൽ വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഫേബി എന്നതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. തന്നെയല്ല ബഷീറിനോടൊപ്പം തന്നെ ബഷീറിൻ്റെ ഒരു നിഴലായി നിന്നുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ആ സാഹിത്യ സൃഷ്ടികളുടെ ഒപ്പം നടക്കുവാനും അതിനോടൊപ്പം വർദ്ധിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഫാബിയുടെ ജീവിത വിജയം. അത് തന്നെയായിരുന്നു ബഷീറിൻ്റെയും ജീവിത വിജയം നമ്മൾ കാണേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ, മലയാളത്തിലെ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുൻനിരയിലുള്ള ഒരു പേര് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടു എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ചില തർക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മുഹമ്മദ് ബഷീർ എന്ന കാര്യത്തിൽ സംശയമില്ല. ജനകീയനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. ഈ സൃഷ്ടികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് എൻ്റെ ഉപ്പയ്ക്ക് രാനിയുണ്ടാണെന്ന് പറയുന്ന സൃഷ്ടികളൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ, പ്രത്യേകിച്ചും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്ന തറവാടുകൾ പിന്നീട് അനാഥമാവുകയും അതിനുശേഷവും തൻ്റെ പാരമ്പര്യവും വീറും നിലനിർത്തുന്നതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ആ വിഷയങ്ങളിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള ചില യാഥാർത്ഥ്യ ബോധമുള്ള പരിസരങ്ങളിലൂടെയാണ് ഇത്തരം സൃഷ്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മതിലുകളാവട്ടെ, അതുപോലെ തന്നെ ബാല്യകാല സഖിയാവട്ടെ, ഇതെല്ലാം തന്നെ അല്പം ആത്മകഥാപരമാണെങ്കിൽ പോലും അതിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ അവർ സൃഷ്ടിക്കുന്ന ഒരു മായിക ലോകമുണ്ട്, ഒരു ഫാൻറ്റസിയുടെ ലോകമുണ്ട്. ആ ഫാൻറ്റസിയുടെ ലോകത്ത് വിരാജിക്കുവാൻ, അല്ലെങ്കിൽ ആ ഫാൻറ്റസിയുടെ ലോകം ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ, വായനക്കാർക്ക് ലഭ്യമാക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ തന്നെ കാലാവധിവർത്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കാലാവധിവർത്തിയായ സൃഷ്ടികൾ ഇന്നും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മൾ പലപ്പോഴും ബഷീറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. മാംഗോസ്റ്റിൻ മരത്തണലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു ചാരുകസേരയിൽ ഗ്രാമഫോൺ സമീപത്ത് വെച്ച് സോജ രാജകുമാരി എന്ന് പറയുന്ന ഗാനം ആസ്വദിക്കുന്ന ബഷീർ. അങ്ങനെയുള്ള ഒരു ബഷീറിൻ്റെ ഒരു ചിത്രം നമ്മുടെ മലയാളിയുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും. ആ മാംഗോസ്റ്റിൻ മരവും ഗ്രാമഫോണും ചാരുകസേരയും ഒക്കെ സോജ രാജകുമാരിയും ഒക്കെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന ഒരു ബഷീറിയൻ ചിത്രമുണ്ട്. ബഷീറിയനിസം പോലെ തന്നെ ഒരു ബഷീറിയൻ ചിത്രം നമ്മുടെ മുന്നിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഭാഗങ്ങളിലൂടെ ഉണ്ട് എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ജീവിതത്തെ വളരെ കൃത്യമായ രീതിയിൽ ആടിത്തിമിർക്കുകയും സമൂഹത്തിന് അനുഗുണമാകുന്ന രീതിയിലുള്ള വിമർശനങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ തകർത്തെറിയുന്ന രീതിയിൽ തൂലിക ചലിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഒരു നവോത്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. നേരത്തെ നമ്മൾ ജയകേസരിയെക്കുറിച്ച് പറഞ്ഞു. ജയകേസരി എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ തങ്കം പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായത്. ആ നിർബന്ധിതമായ കാരണത്തിൻ്റെ കാര്യവും നമ്മൾ സൂചിക്കുകയുണ്ടായി. പിന്നീട് ആ തങ്കം എന്ന് പറയുന്ന പേരിട്ടുള്ള ആ കഥയിലെ പോലെ തന്നെ ഒരു തങ്കമായി അദ്ദേഹം പിന്നീട് മാറുകയായിരുന്നു. കേരള സാഹിത്യ നഭസിൽ ഒരു തങ്കമായി മാറുകയും പിന്നീട് തീപ്പന്തമായി കത്തിപ്പടരുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആ സൃഷ്ടികളൊക്കെ തന്നെ ഇന്നും വളരെ ശ്രദ്ധേയമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ ഒരുപക്ഷെ നിങ്ങൾ ഭാവനയുടെ കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഭാവനയല്ല വേണ്ടത്, മറിച്ച് അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് വേണ്ടത്. ആ അനുഭവങ്ങളുടെ ചെറിയ ചെറിയ ഏടുകളാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. അതുകൊണ്ട് തന്നെയാണ് അത് കാലാതിവർത്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സാങ്കല്പിക ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തും എഴുതാം, പക്ഷേ ആ സാങ്കല്പിക ലോകം തികച്ചും സാങ്കല്പികമായി നിലകൊള്ളും. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അതിന് ഒരു കഥാപരിഷത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ അത് ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന, അവരുടെ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന ചലനമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ട ഒരു സംഗതി. എന്തായാലും ജീവിതം കൃത്യമായ രീതിയിൽ കൃത്യമായ മാത്രയിൽ
തകർത്ത് മുന്നേറിയ ഒരു വ്യക്തിയായിരുന്നു. തകർക്കുക എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ കണക്കാക്കുക. ആ രീതിയിൽ മുന്നേറിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. 1994 കോഴിക്കോട് ബേപ്പൂർ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കൃത്യമായ അളവുകളിൽ നിന്നുകൊണ്ട് മലയാളിയുടെ മുന്നിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു സാഹിത്യത്തിൻ്റെ ഒരു കൃത്യമായ വക്താവായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീറിനെ നമുക്ക് സ്മരിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.